ഈ ശ്രീധരൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. RRTS പദ്ധതി സംബന്ധിച്ച് സംസ്ഥാന സർക്കാരുമായി ആശയവിനിമയം നടത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഡൽഹിയിൽ അതിനുള്ള ഏർപ്പാടാണ് എനിക്ക് ആദ്യം ഒരു ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 4 എക്സ്പെർട്സിനെ ജപ്പാനിൽ കൊണ്ടുപോട്ടോ ആ സ്റ്റഡി ചെയ്യാൻ വേണ്ടി 2010. അത് കഴിഞ്ഞിട്ട് അത് ഫീസിബിളാണ്, ഇൽ ബി ആക്സെപ്റ്റഡ് ബൈ ദ പീപ്പിൾ. പിന്നെയാണ് അതിൻ്റെ DPR പോയത്. DPR ഉള്ളതും DPR കംപ്ലീറ്റ് ഒക്കെ ഇവർക്കറിയാം. ഞാനത് തുടങ്ങി വെച്ചത് ഗവൺമെൻറ് തന്നെയാണ്. 2016 ഞാൻ DPR സബ്മിറ്റ് ചെയ്തു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനത്തെ ഒരു പദ്ധതിക്ക് വല്ലാണ്ട് വില വരണം, അതുകൊണ്ട് പറ്റില്ല, ഒരു ചീപ്പറായിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് പോകണം. അങ്ങനെയാണ് ഈ കേരയിൽ തുടങ്ങിയത്. ആ കേരയിൽ തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ അപ്പോഴും അറ്റ് എവറി സ്റ്റേജ് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തു, ഇതാ മിസ്റ്റേക്ക്, അതൊക്കെ കറക്റ്റ് ചെയ്യണം പറഞ്ഞിട്ട് ലെറ്റർ എല്ലാത്തിനും ലെറ്റർ അയച്ചിട്ടില്ലേ. ആ ലെറ്ററൊക്കെ എൻ്റെ കയ്യിലുണ്ട്. CM നേരിട്ട് ലെറ്റർ അയച്ചത്, ഇതാണ് വിഷമം, ചെയ്യാൻ പറ്റില്ല. അതൊന്നും ഗവനിച്ചില്ല. അതേപോലെ പ്രോജക്റ്റ് ഫൈനലൈസ് ചെയ്തപ്പോൾ തന്നെ ലാൻഡ് അക്വിസിഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി. എല്ലാവർക്കും അറിയാം, നാട്ടുകാരെ ഉപദ്രവിക്കലും പോലീസ് ലാത്തിച്ചാർജും എത്ര 100 പോലീസ് കംപ്ലൈൻറ്റാണ് ഉള്ളത് ആൾക്കാരെ പറ്റിയിട്ട്. എന്നിട്ട് ഞാനവിടെ പോയി മുടക്കിയതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഷെയർ അങ്ങനത്തെ അവർ തുടങ്ങിയ വർക്ക് ഞാൻ തുടങ്ങിയതല്ലല്ലോ. ഞാനല്ല ഈ വർക്ക് തുടങ്ങിയത് ഗവൺമെൻറ് തന്നെയാണ്. ആ സ്ഥിതിക്ക് പിന്നെ ഇത് കേരളയിലും പ്രോഗ്രസ് ചെയ്യുന്നില്ല, എൻ്റെ പ്രൊപ്പോസലും പ്രോഗ്രസ് ചെയ്യുന്നില്ല. ആ സ്റ്റേജ് വന്നപ്പോഴാണ് ഞാൻ ആദ്യം പിന്നെയും CMന് ഒരു ലെറ്റർ അയച്ചു. ആ ലെറ്ററിൻ്റെ കോപ്പി റേഡിയോ മിനിസ്റ്റർക്ക് അയച്ചു. നമുക്ക് എന്തെങ്കിലും ഒരു സാധ്യതയുള്ള ഒരു ഐസ്ക്രീം റെയിൽ ഉണ്ടാക്കണമായിട്ട് അതിന് വ്യത്യാസത്തിന് എല്ലാം കുറച്ച് വ്യത്യാസമായിട്ടാണ് പറഞ്ഞ് കാണിച്ചു കൊടുത്തത്. ആ ലെറ്റർ കണ്ടപ്പോൾ CM എന്നെ വിളിച്ച് ട്രിവാൻഡ്രത്തിൽ വിളിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിസ്കസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ സാറ്റിസ്ഫൈ ആയി. ശരിക്കും അത് തന്നെയാണ്, കേരളം എന്തായാലും വരാൻ പോകില്ല, അതുകൊണ്ട് ഓൾട്ടർനേറ്റീവ് കേരളത്തിലൂടെ ഐസ്ക്രീം റെയിൽ ഇല്ലാതെ പറ്റില്ല എന്നുള്ള ഇത് ഉണ്ടാക്കി ചെയ്തത്. അത് ചെയ്തിട്ട് അദ്ദേഹം സാറ്റിസ്ഫൈഡായി. പിന്നെ അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അപ്പം തന്നെ പറഞ്ഞു, ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു ലെറ്റർ ഉണ്ടാക്കണം റെയിൽവേ മിനിസ്റ്ററിക്ക്. കേരളയിൽ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നില്ല, അത് മാറ്റിവെച്ചു. ഈ പുതിയത് നമുക്ക് ട്രൈ ചെയ്യാം, അതിനുവേണ്ടി ഡീറ്റെയിൽ പ്രോജക്റ്റ് ഉണ്ടാക്കണം വേണ്ടു, ലെറ്റർ ഇതേ വേണ്ടു. അത് ചെയ്യാൻ തോന്നുന്നു ആദ്യം. പിന്നെ പറഞ്ഞു ഏതായാലും ഞാനതിന് കേട്ടുള്ളൂ, എൻ്റെ ഓഫീസേഴ്സും കിട്ടി കേട്ടോട്ടെ പറഞ്ഞിട്ട് അദ്ദേഹം അന്ന് അബ്രഹാമിനെയും ബൈജു പ്രഭാകരൻ സെക്രട്ടറിയും ഇങ്ങനെ അയച്ചു. ഇവിടെ വന്നു, ഞങ്ങൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തു. അവർ രണ്ടുപേരും വളരെ ഹാപ്പി. ഇത് കറക്റ്റ്, ഇത് വാട്ട് വി ഷുഡ് ഡു വളരെ ഹാപ്പി. അത് കഴിഞ്ഞിട്ട് ഇത് കേട്ടപ്പോൾ പ്രൊഫസർ തോമസ് വന്നു ഇവിടെ. അദ്ദേഹത്തെ കണ്ട് അയാൾക്കും വളരെ ഇഷ്ടമായി. പക്ഷേ ഈ ലെറ്റർ അയക്കുന്നില്ല, 10 മാസം ലെറ്റർ പോകില്ല. ലെറ്റർ അയക്കാന്ന് പറഞ്ഞു. അബ്രഹാം വിളിച്ച് ഇറങ്ങിപ്പോകാൻ എന്നോട് പറഞ്ഞ് ഈ ലെറ്റർ ഉണ്ടാക്കേണ്ട കോപ്പി ശ്രീധരന് കണ്ടോളൂ, ആദ്യം ഞങ്ങൾ ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ട് ആദ്യം അയക്കാം, അത് അപ്പോൾ ഞങ്ങൾ അയക്കാമെന്ന് പറഞ്ഞാൽ പോയത് പോലെ ഒരു ഇതുമില്ല. 10 മാസം വെയിറ്റ് ചെയ്തു. പിന്നെയാണ് ഈ ബഡ്ജറ്റൊക്കെ വരാൻ പോണത്. ഈ ബഡ്ജറ്റ് വരാൻ പോകുന്ന സമയത്ത് ഇപ്പം നമ്മൾ സ്റ്റെപ്സ് എടുത്തില്ലെങ്കിൽ ഹൈസ്പീഡ് റെയിൽവേയും വരില്ല. ആ നിലയ്ക്കാണ് ഞാൻ പോയിട്ട് റെയിൽവേ മിനിസ്റ്ററെ പോയി കണ്ടത്. കേരളത്തിൽ വളരെ ആവശ്യമാണ്. നമ്മുടെ ഏത് പാർട്ടി പോകണമെന്നല്ല അർത്ഥം, കേരളക്കാർക്ക് ഇത് വളരെ ആവശ്യമാണ്. നമ്മൾ ചെയ്യുമ്പോൾ അത് നാട്ടുകാർക്കൊരു ഉപദ്രവമുണ്ടാകരുത്. അതുകൊണ്ട് പല ഗുണങ്ങളുണ്ടാവണം. ആ ഗുണങ്ങളുണ്ടെങ്കിലേ നമ്മൾ കൊണ്ടുപോകാൻ പാടുള്ളൂ. അതിനാണ് ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ചെയ്യണം.
അപ്പോൾ അദ്ദേഹം ചോദിച്ചു എത്ര ഡീറ്റെയിൽ പോയിട്ട് എന്ത് വരും, എന്ത് കോസ്റ്റ് വരും. ഞങ്ങൾ വലിയ കോസ്റ്റൊന്നും വേണ്ട. കേരളയിൽ അവർ 100 crores സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 100 crores ഡീറ്റെയിൽ പോയി റിപ്പോർട്ട് ഉണ്ടാക്കാനൊക്കെ ഇല്ല. നമ്മൾ അതൊന്നും ആവശ്യമില്ല. ബി അബൌട്ട് 12-13 crores വേണ്ടി വരുള്ളൂ. അങ്ങനെ ഉടനെ ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്തോ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു, ചെയ്യാൻ തീർച്ചയാണെങ്കിൽ ഇറ്റ് ഇസ് ബെറ്റർ ടു ഗീവ് ഇറ്റ് DMRC. കാരണം DMRC മറ്റേ 2 സ്റ്റഡി ചെയ്തേ. അപ്പോൾ എല്ലാ ഡാറ്റയുണ്ട്, എല്ലാ കാര്യമുണ്ട്, ചെയ്ത ആൾക്കാരൊക്കെ ഇവിടെ തന്നെയുണ്ട്. DMRC ഏൽപ്പിക്കണം, നല്ലത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരു 8-9 മാസത്തിനുള്ളിൽ DPI റെഡിയാക്കാൻ പറ്റും. ആ ഉടനെ അത് സമ്മതിച്ചു. അപ്പം തന്നെ അദ്ദേഹത്തിന് സെക്രട്ടറി വിളിച്ച് പറഞ്ഞു, ഇതാണ് ഇപ്പോൾ നമ്മൾ തൃപ്തിയാക്കിയത്, അത് വേണമെങ്കിൽ പ്രശ്നക്കാർക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. എൻ്റെ വിളിച്ച് അദ്ദേഹം പറഞ്ഞു പ്രശ്നത്തിന് കൊടുത്തോളൂ, വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ചെയ്തുകൊണ്ട്. എന്നിട്ടാണ് ഇവിടെ വന്നത്. അതിനാണ് ഞാൻ ഇവിടെ വന്നത് നിങ്ങളുടെ ഏർപ്പാടൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഈ RRTS ഒരു ഹൈ സ്പീഡ് റെയിൽവേക്കുള്ള ഒരു അതിന് പകരം ചെയ്യാനുള്ള നടക്കാത്ത കാര്യം. ഇപ്പോൾ നമുക്ക് കൊല്ലം ടു ട്രിവാൻഡ്രം മാത്രമാണെങ്കിൽ നടക്കാം. കൊല്ലം ടു ട്രിവാൻഡ്രം ഒരു സബർബൻ സർവീസിൽ 600 കിലോമീറ്ററല്ലേ ഉള്ളൂ. അങ്ങനെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. അവിടുന്ന് ഇങ്ങനെ അത് നടക്കാൻ പറ്റില്ല. എന്നാൽ ഇതിൻ്റെ ആവറേജ് സ്പീഡ് വളരെ കുറവായിരിക്കും. RRTSൻ്റെ ആവറേജ് സ്പീഡ് വളരെ കുറവായിരിക്കും. കാരണം സ്റ്റേഷൻസ് 2 kilometer 3 kilometer സ്റ്റേഷനൊക്കെ വരെ. അങ്ങനെയാകുമ്പോൾ പതുക്കെ പോകുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.